بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد فأوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. ഏറ്റവും ശ്രേഷ്ഠരായ അഹ്ലുസുഫ ഹദീസ് പഠനവേദിയിലെ സ്നേഹനിധികളായ വിശ്വാസികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഗിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. പരിശുദ്ധമായ ഈ ഹദീസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ചെറിയ അധ്വാനത്തിലൂടെ വലിയ പ്രതിഫലം നേടിയെടുക്കാനുള്ള അവസരവുമാണിത്. ചെറിയ അധ്വാനമാണ്, പക്ഷേ പ്രതിഫലം മഹത്തായതാണ്. മഹാന്മാരായ ആളുകൾ സ്വലാത്തിലേക്ക് വിശദീകരണം പറഞ്ഞത് അതൊരു പ്രത്യേകമായ ഇബാദത്താണ് എന്നാണ്. അതിൻ്റെ മാന തന്നെ, അർത്ഥം തന്നെ പ്രാർത്ഥനയെന്നും ആശീർവാദമെന്നും അനുഗ്രഹമെന്നും പ്രാർത്ഥനയെന്നും അതിനർത്ഥമുണ്ട്. വിശാലമായ ഒരർത്ഥ തലം തന്നെ സ്വലാത്ത് എന്ന വാക്കിനുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഉപയോഗിച്ചിട്ട് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്തു ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സല്ലൂ, നിങ്ങളും സ്വലാത്തു ചൊല്ലണം, അലൈഹി, ആ നബിയുടെ മേൽ, വസല്ലിമൂ തസ്ലീമ, ഒരു സലാമും നിങ്ങൾ ചൊല്ലണം. ഇതൊരു കൽപ്പനയാണ്. അല്ലാഹു ചെയ്യുന്ന കാര്യം, മലക്കുകൾ നിർവഹിക്കുന്ന കാര്യം, മുഅ്മിനീങ്ങളായ ആളുകളോട് അല്ലാഹു ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. എന്താണ് അല്ലാഹു നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രശംസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. നമ്മൾ ചൊല്ലുന്നത് പോലെയുള്ള സ്വലാത്തല്ല. മലക്കുകളുടെ മുമ്പിൽ അല്ലാഹു ഇങ്ങനെ പുണ്യനബിയെ പ്രശംസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മലക്കുകളുടെ സ്വലാത്ത് മറ്റൊരു രീതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നേരത്തെ ഓതിയതായ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, യുസല്ലൂൻ എന്ന് പറഞ്ഞാൽ യുബരികൂൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബറക്കത്തിന് വേണ്ടി, ബറക്കത്ത് കൊണ്ട് നബിത്തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അവരങ്ങനെയാണ്, പുണ്യനബിക്ക് ബറക്കത്ത് കിട്ടാൻ ദുആ ചെയ്യുകയാണ് മലക്കുകൾ. സത്യവിശ്വാസികളായ ആളുകളോടും അല്ലാഹു പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്കാണ് അതിൻ്റെ പ്രകാശം, നേട്ടം ലഭിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട്
പ്രേരണകൾ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലാ തജഅലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കാൻ പാടില്ല. വലാ തജഅലൂ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ നിങ്ങൾ പെരുന്നാളാക്കാൻ പാടില്ല. വസല്ലു അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. കാരണം ഫഇന്ന സ്വലാത്തകും തുബല്ലിഗുനി ഹൈസു കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്കെത്തുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എവിടെന്ന് ചൊല്ലിയാലും ഏത് സമയത്ത് ചൊല്ലിയാലും ആ സ്വലാത്തൊക്കെ എനിക്കിങ്ങനെ വരും. മറ്റൊരു ഹദീസിൽ പുണ്യനബി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പറ്റം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എൻ്റെ സമുദായത്തിൽ നിന്ന് എന്നോട് ആരാണോ സലാം പറഞ്ഞത് ആ സലാമിനെ എനിക്കെത്തിക്കുന്ന ഡ്യൂട്ടിയാണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ മലക്കുകൾ പോലും അള്ളാഹു അതിനു വേണ്ടി സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, ആരെന്നോട് സലാം ചൊല്ലിയാലും എൻ്റെ റൂഹിനെ അല്ലാഹു എനിക്ക് മടക്കിത്തരും. ഹത്താ അറുദ്ദ അലൈഹിസ്സലാം, എന്നോട് ആരാണോ സലാം പറഞ്ഞത് അവനോട് ഞാൻ മടക്കുന്നത് വരെ. നമ്മൾ ആലോചിക്കണം, മഹാനായ പുണ്യനബിയുടെ പരിശുദ്ധമായ ആ തിരുഹദ്റത്തിലേക്ക് നിരന്തരം സലാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പുണ്യനബി അവിടുന്ന് സലാം ഇങ്ങനെ മടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെന്ന് ചെല്ലിയാലും പുണ്യനബിക്കറിയും ഇത് ഇന്നാലിന്നാളുടെ മകൻ, ഇന്നാലിന്നാളുടെ മകൾ ഇന്നാലിന്ന സമയത്ത് ചെല്ലിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ സലാം അങ്ങനെ മടക്കുമെന്നാണ് ഈ ഹദീസുകൾ നമുക്ക് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം നിരവധി സ്വലാത്തുകളുണ്ട്. ഏത് സ്വലാത്ത് ചൊല്ലിയാലും പുണ്യം ലഭിക്കുന്നതാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ പറയുന്നുണ്ട്, ചോദിക്കുന്ന ചോദ്യമുണ്ട്. കഅബ് ഇബ്നു ഉജ്റത്ത് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഖറജ അലൈന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് ഇങ്ങനെ പുറപ്പെട്ടു വന്നു. ഞങ്ങളൊക്കെ ചോദിച്ചു, നബിയെ ഖദ് അലിംനാ കൈഫ നുസല്ലിമു അലൈക്, തങ്ങളുടെ മേൽ എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് നമുക്കറിയാം. ഫകൈഫ നുസല്ലി അലൈക്, തങ്ങളുടെ മേൽ എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചു. പുണ്യനബി മറുപടി കൊടുത്തത്, ഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. അങ്ങനെയും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെയും ചെറിയ വ്യത്യാസത്തിൽ അതും റിപ്പോർട്ട് ബുഖാരി ഇമാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇബ്രാഹിമിയ സ്വലാത്ത് അതാണ് ഏറ്റവും ഉത്തമമായ സ്വലാത്ത് എന്ന് മഹാനായ പുണ്യനബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്വലാത്തിന്റെ പദങ്ങൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നാവിലൂടെ ഉച്ചരിച്ചു വന്നതാണ് എന്നൊരു മഹത്വം അതിനുണ്ട്. പുണ്യനബി തന്നെ ഉച്ചരിച്ച് പറഞ്ഞതാണ്. മറ്റു സ്വലാത്തുകളിൽ പലതിനും ആ ഒരു മഹത്വമില്ല, എന്നാലും അതിനൊക്കെ കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. ഏത് സ്വലാത്തും നമുക്ക് ചെല്ലാവുന്നതാണ്. ഇബ്രാഹിമിയ സ്വലാത്തിനിക്ക് വല്ലാതെ പ്രത്യേകതയുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
എന്നാൽ സ്വലാത്ത് ചൊല്ലാത്തവനെ കുറിച്ചും പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ആരാണ് പിശുക്കൻ? തീർച്ചയായും പിശുക്കൻ മന്നൊരാളാണ്. ദുകിർതു ഇൻദഹു, എന്നെ അവന്റെ അടുക്കൽ വെച്ച് പറയപ്പെട്ടു. ഫലം യുസല്ലി അലയ്യ, എന്നിട്ടും എന്റെ മേലവൻ സലാം ചൊല്ലിയില്ല, സ്വലാത്ത് ചൊല്ലിയില്ല. എന്റെ പേര് കേട്ടിട്ടും അവൻ സ്വലാത്ത് ചൊല്ലിയില്ല. അവനാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പിശുക്കനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, സ്വലാത്ത് ചൊല്ലാൻ മറന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴിയെ മറന്നുപോയവനാണെന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട്. മൻ നസിയ സ്വലാത്ത അലയ്യ, എന്റെ മേൽ ആര് സ്വലാത്തിനെ മറന്നുവോ, ഖതിയ ത്വരീഖൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ മറന്നുപോയി. ഗൗരവമാണ് ഈ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് ചെന്നെത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. പുണ്യനബിയെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് എത്ര ഇബാദത്ത് ചെയ്താൽ പോലും നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വസീലയും മാധ്യമവുമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവൻ പറയേണ്ടത് ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, ഇങ്ങനെയാണ് ചൊല്ലാൻ പറയുന്നത്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ടാണ് പിന്നീട് ദിക്ർ ചൊല്ലേണ്ടത്. എന്നതുപോലെ അത്തഹിയ്യാത്തിൽ നമുക്കറിയാമല്ലോ നിർബന്ധമായ ഫർളാണ് സ്വലാത്ത്. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ഒരു നിസ്കാരവും തന്നെയില്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, ഇത് പറയാതെ ഒരു നിസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല. ജുമയുടെ ഖുത്ബ, അതിലും സ്വലാത്തുണ്ട്. ഇങ്ങനെ ഏതൊക്കെ ഇബാദത്ത് കർമ്മങ്ങളുണ്ടോ അതിലൊക്കെയും സ്വലാത്തിനെ നിർബന്ധമായിട്ട് മഹാന്മാർ പഠിപ്പിച്ചതാണ്. വലിയ ശ്രേഷ്ഠതയാണ് സ്വലാത്ത് ചൊല്ലുന്നതിലേക്ക് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ സല്ല അലയ്യ ഹീന യുസ്ബിഹു അശ്റാ, പുണ്യനബി പറഞ്ഞു കൊടുത്തത്, എന്റെ മേൽ ആരെങ്കിലും പ്രഭാത സമയത്ത് 10 സ്വലാത്ത് ചൊല്ലിയാൽ, വഹീന യുംസി, വൈകുന്നേരമാകുന്ന സമയത്തും 10 ചൊല്ലിയാൽ, അദ്റകതുഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനിക്ക് എന്റെ ശഫാഅത്ത് കിട്ടുന്നതാണ്. ശഫാഅത്ത് കിട്ടാൻ കാരണമാകും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം അത് ജുമുഅ ദിവസമാണ്. ആ ദിവസമാണ് ആദം നബി സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി വഫാത്തായതും ആ ദിവസമാണ്. ആ ദിവസത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ്സലാഹ്, ആ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എൻ്റെ മേൽ വെളിവാക്കപ്പെടും. മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഒരു സദസ്സിൽ ഒരാൾ ഒരുമിച്ച് കൂടി, ആ സദസ്സിൽ നിന്ന് പുണ്യനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ പോലും ആ സദസ്സിന് അല്ലാഹുവിനിക്ക് പൊരുത്തമുണ്ടാവില്ല എന്ന് മഹാനായ പുണ്യനബി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അല്ലാഹുവിന്റെ പേര് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് പറയണം. എന്നാലേ അല്ലാഹുവിനിക്ക് തൃപ്തിയാവുകയുള്ളൂ. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, ഒരു സ്വലാത്ത് പുണ്യനബിക്ക് ചൊല്ലിയാൽ അല്ലാഹു നിനക്ക് 10 നന്മ തരുമെന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിത വിജയത്തിനിക്ക്, ഉഖ്റവിയായ പാരത്രികമായ വിജയത്തിനിക്ക്, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള
ഏക മാർഗം എന്ന് പറഞ്ഞാൽ പുണ്യനബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രയാസങ്ങൾ തീരും. മഹാനായ പുണ്യനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും, നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരും, ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കിത്തരും. ഏതിനും എന്തിനും പരിഹാരമാണ് പുണ്യനബിയുടെ മേൽ സ്വലാത്ത്. സ്വലാത്ത് എത്രയാണോ വർദ്ധിപ്പിക്കുന്നത് അത്ര കണ്ട് പുണ്യനബിയോട് നമ്മൾ അടുക്കുന്നതാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി പുണ്യനബിയോട് ഒരാത്മീയമായ ബന്ധം നിലനിന്നു കഴിഞ്ഞാൽ ഉറക്കിലും ഉണർച്ചയിൽ പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഹദീസ് പറയുകയാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ, ഒരാളുടെ മൂക്ക് മണ്ണോട് ചേരട്ടെ. അറബികൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, അവന്റെ അടുക്കൽ വെച്ച് പറയപ്പെട്ടിട്ട് എൻ്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലിയില്ല. അങ്ങനത്തെ ഒരാളുടെ മൂക്ക് മണ്ണോട് ചേരട്ടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക, പുണ്യനബിയോട് അടുക്കുക, ഈമാൻ സലാമത്താക്കുക, ഹൃദയവിശുദ്ധി നേടിയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവതിന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.